അനുഭവങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരാളും ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കാണ്ട് ഇരുന്ന് വായിച്ച് കേൾക്കാണ്ട് സിനിമ ചെയ്യരുത്. ഒരു അഭ്യർത്ഥനയാണ്. ഏത് പ്രൊഡ്യൂസറായാലും സ്ക്രിപ്റ്റ് കേട്ട് കംപ്ലീറ്റ് കേട്ടിട്ട് മാത്രമേ സിനിമ ചെയ്യാൻ പാടുള്ളൂ. എന്നെ പോലെ അബദ്ധം പറ്റരുത്. കാരണം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് അഭിലാഷനൊക്കെ ഉണ്ടായിട്ടില്ല. ലൊക്കേഷനാണ് ഓരോ സീനും എഴുതിയിട്ടുണ്ടായിരുന്നത്. സിനിമാ നിർമ്മാതാവും അതുപോലെ തന്നെ വ്യവസായിയുമായിട്ടുള്ള മുരളി കുന്നംപുറത്ത് ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയൻ്റെ അകത്ത് ഭയങ്കര വൈറലായി ഓടുന്ന ഒരു വീഡിയോ കണ്ടു. വലിയ സാമ്പത്തിക ബാധ്യതയിലാണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള തരത്തിൽ. അതെന്താ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം? അത് ഞാനിത് എല്ലാ ചാനലിലും പറഞ്ഞതാണ്. ആ വീഡിയോ ഒരാഴ്ച മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ത്രെഡിൽ പോയി കിടന്നു. അത് ഇന്നലെ എടുത്തിട്ട് ആരോ അത് പോസ്റ്റ് ചെയ്തു. പക്ഷേ അതിൽ പറഞ്ഞതൊക്കെ വളരെ നഗ്നമായ സത്യമാണ്. ഒരു കളവുമില്ല. സത്യം തന്നെ. എൻ്റെ അവസ്ഥയാണത്. എൻ്റെ അവസ്ഥ. ഇത്ര വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഉണ്ട്. സിനിമ കൊണ്ടുണ്ടായതാണോ? സിനിമ കൊണ്ട് ഒരു 7 കോടി ബാധ്യത ഇതിലുണ്ട്. പിന്നെ ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ 2.5 കോടി എൻ്റെ കയ്യിൽ ഞാൻ ഒപ്പിക്കാൻ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. പുറത്ത് ഇവിടെയൊക്കെ പോയത് ഇവർ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്തു. ചെറുക്കൻ വീട് സിനിമ കാരണം മാളികപ്പുറം വലിയ ഹിറ്റ് പടല്ലേ. അപ്പോൾ നമ്മൾ ആരായാലും വിചാരിക്കൂലേ. പക്ഷേ മാളികപ്പുറം ഡയറക്റ്റ് ചെയ്ത പോലും പിന്നെയാണ് ഉണ്ണിമൂന്നനാണ് പിന്നെയാണ് അറിയുന്നത്. അതൊക്കെ ഈ സിനിമ പകുതി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അറിയുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഉണ്ണിമൂന്നനാണ് ഡയറക്റ്റ് ചെയ്തത്. നമ്മൾ ഈ വെള്ളം നെല്ല് സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞൊരു മുരളിയേട്ടനുണ്ടായിരുന്നു. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു ജീവിതം തിരിച്ചു പിടിച്ച ഒരാൾ. അങ്ങനെ നിങ്ങൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ആ ആളാണ് ഇങ്ങനെ വലിയ വികാരാധീനനായി കാണപ്പെട്ടത്. അതാണ് ഇത്ര വലിയ തരത്തിൽ ഈ വീഡിയോ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം. അത് എന്തായാലും നമ്മൾ എത്ര ഞാൻ മദ്യപാനത്തിന് ഇപ്പോഴും ഞാൻ 18 വർഷമായി മദ്യപാനം നിർത്തിയിട്ട്. 32 വയസ്സ് ഞാൻ നിർത്തിയാണ്. അതിൽ ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ ഇൻസ്പിറേഷൻ തന്നെയാണ്. സാമ്പത്തിക ബാധ്യത പറഞ്ഞാൽ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ബാധ്യത തന്നെയാണ്. അതിങ്ങനെ പല ആൾ ഗടിയിൽപ്പെട്ടു പോയി. എന്ത് ചെയ്യാൻ? ചതിച്ചവരാരാണ് സിനിമാ രംഗത്തുള്ളത്? സിനിമാ രംഗത്തിന് ചതിച്ചവർ തന്നെ. പിന്നെ അവർ ആളെ അറിയില്ല. ഇപ്പോൾ സുമതി വളവ്, നദികൾ സുന്ദരിയമുന, ഇങ്ങനെയൊക്കെ ചതി പറ്റി, നഷ്ടം പറ്റി സിനിമയിൽ. നിങ്ങൾ ഇതിനകത്ത് വീഡിയോൻ്റെ അകത്ത് പേരെടുത്ത് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ അഭിലാഷ് പിള്ള ഉൾപ്പെടെയുള്ളവർ. അഭിലാഷ് പിള്ള, വിഷ്ണു ശശിശങ്കർ, ഉണ്ണി വെള്ളോറ, വിജേഷ് പാണത്തൂർ, ഇവരൊക്കെ. പക്ഷേ വിജേഷ് പാണത്തൂർ ഇപ്പം പ്രകമ്പനം എന്നുള്ള സിനിമയിൽ നല്ല ഹിറ്റായി സംവിധാനം പഠിച്ചു. നമ്മൾക്ക് ഒരു ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെ നമ്മളതെങ്ങനെ സിനിമ എങ്ങനെ അവർക്ക് കൊടുത്ത എന്ത്? അത് ധ്യാനാണ്. അത് ആ പടം ഫുള്ളായി നോക്കി നടത്തിയത്. ധ്യാൻ്റെ ഇടപെടൽ നന്നായി ആ പടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പടം അത്യാവശ്യം മോശമില്ലാണ്ട് വന്നത്. ഇപ്പം നമ്മൾ ഈ ബാധ്യത ഇനി എങ്ങനെയാണ് അത് സെറ്റിൽ ചെയ്യാൻ എന്തെങ്കിലും തരത്തിലൊരു സഹായം എവിടെ നിന്നും പ്രതീക്ഷിക്കുന്നു? സഹായം എന്ന് പറഞ്ഞാൽ ആരും പൈസ വെറുതെ തരില്ല, ആരും തരില്ല. പക്ഷേ എന്നെ വേണുകുന്നംപള്ളി സാറിനോട് പറഞ്ഞു, നല്ല കഥയായിട്ട് വരൂ, നമുക്ക് സിനിമ ചെയ്യാം, നിങ്ങളെ കടം 2-3 സിനിമയായിട്ട് നമുക്ക് വീട്ടൊന്നും പ്രശ്നം കണ്ട മുന്നിൽ അത് വീട്ടാം. പക്ഷേ പുള്ളി പറഞ്ഞത് പിന്നെ ലാസ്റ്റ് പടം അന്തശിവാല പുള്ളിക്ക് നഷ്ടമായിരുന്നു. അഭിലാഷ് പിള്ളയാണ് റൈറ്റർ. നഷ്ടമായിരുന്നു. അത് വലിയ സാമ്പത്തിക നഷ്ടമായിരുന്നു. അത്രയാണ് ആ പടത്തിൻ്റെ ബഡ്ജറ്റ് 6 കോടിയോ മറ്റോ ആയിരുന്നു. പക്ഷേ അതിന് നല്ല നഷ്ടം വന്നിട്ടുണ്ട്. ഈ സുമതി വളവിൻ്റെത് നമ്മളത് പുറത്തറിഞ്ഞിരുന്നത് ഒരു 7-7.5 കോടി രൂപ എന്നുള്ള തരത്തിലാണ് തുടങ്ങിയിരുന്നത്. 22 കോടി ഇതാ കൊടുത്തു. 15 കോടി ബിസിനസ്. 6 ലോസ് ഓഫ് ദ മൂവി 6 കോടി 60 ലക്ഷം. അഭിലാഷ് പിള്ള സൈൻഡ് ബൈ അഭിലാഷ് പിള്ള, വിഷ്ണു, ഗിരീഷ്. പിന്നെ ഇതിൻ്റെ സാറ്റലൈറ്റ് പെൻഡിങ് പോകാനുണ്ട്. സാറ്റലൈറ്റ് പോയിട്ടില്ല. സാറ്റലൈറ്റ് പോകാൻ അറിയില്ല. അതാണ് നമ്മുടെ അവസ്ഥ കണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ സമാധാനമായിരുന്നു സാറ്റലൈറ്റ്. പക്ഷേ പോയാലും ഗൂഗിളത്തിന് പൈസ കൊടുക്കണം. ഗൂഗിളാണ് അന്ന് സഹായിച്ചത്. ഗൂഗിൾ നല്ലോണം സഹായിച്ചു. ഗൂഗിളാണ് സഹായിച്ചത്. നമ്മൾ 7 കോടി പറഞ്ഞു തുടങ്ങിയ സംഭവം അവസാനം 22 കോടി വരെ എത്തി. 7 കോടി പറഞ്ഞത് വേറൊരു സബ്ജക്റ്റ് ജിംഗിൾ ബെൽസ് പറഞ്ഞ പടം ചെയ്യാനായിരുന്നു. അത് നടന്നിട്ടില്ല. പിന്നെ രണ്ടാമത് ഇത് ചെയ്യുമ്പോൾ 7-7.5 കോടി ആവുമല്ലോ വിഷ്ണു പറഞ്ഞു. പിന്നെ അഭിലാഷ് പറഞ്ഞു ലാസ്റ്റ് ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ വന്നിരുന്നിട്ട് 13 കോടി ആവുമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു പ്രൊഡക്ഷൻ കൺട്രോൾ ഗിരീഷാട്ടം വന്നിട്ട് 12 കോടി നമുക്ക് ചെയ്യാം. പിന്നെ അത് കൂടി ഒന്ന് 22 കോടി വ്യത്യാസം. ഇതായി ഇപ്പം കണക്ക് ഞാൻ കാണിച്ചില്ലേ, ആ കണക്കായി 15 കോടി ഓൾറെഡി ചിലവ് ആയത്. പിന്നെ പ്ലസ് 6 കോടി 60 ലക്ഷം ലോസും. അത് ലോസ് വന്നു എന്ന് പറയുന്നത് ഭയങ്കര ഇതല്ലേ? വിത്ത് ഇൻട്രസ്റ്റ് GST അടക്കാതെ ലോസ് പറഞ്ഞത്. വിത്ത് ഇൻട്രസ്റ്റ് എല്ലാം കൂട്ടി. ഇൻട്രസ്റ്റ് കൂട്ടണമല്ലോ, കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ പൊതുവെ അറിഞ്ഞത് സുമതി വളവ് ഭയങ്കര ഹിറ്റായ പടന്നാണ്. അല്ല, സുമതി വളവ് സാമ്പത്തികമായ ഹിറ്റല്ല. ഞാൻ എൻ്റെ പ്രൊഡ്യൂസറാണ് പറയുന്നത്. അവരൊപ്പിട്ടതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പേപ്പർ കാണിച്ചത്.
ഇത് ഇപ്പം നമ്മളിപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാർ ബി രാകേഷേട്ടൻ വിളിച്ചിരുന്നു, പിന്നെ ഫെഫ്കൻ സോനെ വിളിച്ചിരുന്നു, ഒന്നും പഠിക്കണ്ട നമ്മളൊക്കെ കൂടെയുണ്ട്. പിന്നെ ജൂഡാനെ വിളിച്ചിരുന്നു, ഒരു പടം ചെയ്യുക ചേട്ടാ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ സിദ്ദിഖ് വിളിച്ചിരുന്നു, ജയസൂര്യ വിളിച്ചിരുന്നു, ഉണ്ണിമൂന്തം വിളിച്ചിരുന്നു, എല്ലാവരും വിളിച്ചിരുന്നു, ഒരുവിധ ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് നോക്കാം, ഇനിയിപ്പം സിനിമയിലെ കൂടെ സിനിമയുടെ അടുത്തിൻ്റെ തീരുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ എനിക്ക് ഇനി എൻ്റെ ബിസിനസ്സിലൊക്കെ ഞാനൊന്ന് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു. അതിപ്പം ഈ സിനിമേൻ്റെ വേഗം അത് കുറച്ച് ഇല്ലാണ്ടായിപ്പോയി. എന്താ ഇപ്പം മുരളിയേട്ടൻ പഠിച്ചത് എന്താണ് ഈ അനുഭവങ്ങളിൽ നിന്ന്? അനുഭവങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരാളും ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കാണ്ട് ഇരുന്ന് വായിച്ച് കേൾക്കാണ്ട് സിനിമ ചെയ്യരുത്. ഒരു അഭ്യർത്ഥനയാണ്. ഏത് പ്രൊഡ്യൂസറായാലും സ്ക്രിപ്റ്റ് കേട്ട് കംപ്ലീറ്റ് കേട്ടിട്ട് മാത്രമേ സിനിമ പാടുള്ളൂ. എന്നെ പോലെ അബദ്ധം പറ്റരുത്. കാരണം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് അഭിലാഷനൊക്കെ ഉണ്ടായിട്ടില്ല. ലൊക്കേഷനാണ് ഓരോ സീനും എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി, ഈ സിനിമാ ലോകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞു കേൾക്കുന്ന ഒരു ആരോപണമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്, ആരും വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ലേ, അങ്ങനത്തെ ഒരു അനുഭവം തോന്നുന്നുണ്ടോ? അല്ല നേരെ തിരിച്ചാണ്, ചേർത്ത് നിർത്തുന്നവരുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ ഇപ്പോൾ സൈജു കുറുപ്പ് പൈസ ചോദിച്ചിട്ടില്ല, ബാലു വർഗീസ്, സുരേഷ് ഗോപി സാറിൻ്റെ മകൻ ഗൂഗിൾ സുരേഷ്, ഇവരൊക്കെ ബാക്കി പൈസയോട് ചോദിച്ചിട്ടില്ല. എൻ്റെ അവസ്ഥ ചില പറഞ്ഞിട്ടായിരിക്കും. സൈജു കുറുപ്പിനുണ്ട് എനിക്ക് ഓൾറെഡി മെസ്സേജ് സാറിൽ ചേട്ടാ ഡോണ്ട് വറി കുഴപ്പമില്ല. അങ്ങനെ ജനുവിനായ ആൾക്കാർ ഒരുപാടുണ്ട്. ഗൂഗിൾ സുരേഷിനോട് പൈസയ്ക്ക് ചോദിച്ചിട്ടില്ല, ബാലു വർഗീസ് ചോദിച്ചിട്ടില്ല. അർജുൻ അശോകൻ്റെ പിന്നെ മേനെ 2 പ്രാവശ്യം മാത്രമേ വിളിച്ചിട്ട്, പിന്നെ അവസ്ഥ അവരും ചോദിച്ചിട്ടില്ല. ആരും എന്നെ ബുദ്ധിമുട്ടിച്ച് 70 ലക്ഷം. പക്ഷേ കൊടുക്കും ഞാൻ അവർക്ക് പൈസ. എനിക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ സിനിമയെന്നല്ലെങ്കിൽ വേറെ എടുക്കുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഞാൻ കൊടുക്കും. കാരണം നമ്മൾ വിശ്വസിച്ചിട്ട് വന്നവരാണ്. ടെക്നിക്കലായിട്ട് അവർക്കും പൈസ കൊടുക്കാനുണ്ട്, ടെക്നിക്കൽ ഫീൽഡിൽ അവർക്കും പൈസ കൊടുക്കാനുണ്ട്. അഭിലാഷ് 40 ലക്ഷം പറഞ്ഞു, 25 ലക്ഷം കൊടുത്തിട്ടുള്ളൂ. ഈ ചേർത്ത് നിർത്തൽ ഇപ്പോൾ ആ നേരത്തെ ആ വീഡിയോ ഇറക്കിയ ഒരു മാനസികാവസ്ഥ എന്ന ചേട്ടനെ മാറ്റിയിട്ടുണ്ടോ? എനിക്ക് സത്യമായിട്ട് ഇപ്പം അത് ഓൾറെഡി അതൊരാഴ്ച മുന്നേ ചെയ്ത വീഡിയോ അല്ലേ. ഞാൻ പിന്നെ അതിൻ്റെ വീട്ടിൽ കുറേ സ്ലീപ്പിംഗ് ഫിൽമൊക്കെ കഴിച്ചാൽ സത്യമായിട്ട് എന്തൊക്കെയോ മാനസികമായിട്ട് പ്രശ്നമായി. ഇവർ ഡോക്ടറെ കൊണ്ടുപോയി. അങ്ങനെ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഞാനിപ്പോൾ ഒന്ന് മെൻ്റലി ഞാനൊന്ന് ഓക്കെ വരുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു മനുഷ്യൻ്റെ തിരിച്ച് വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തായാലും സിനിമാ ലോകവും അതുപോലെ തന്നെ നമ്മളൊരു പൊതുസമൂഹവും മുരളിയേട്ടൻ്റെ കൂടി ഉണ്ടാവും എന്തായാലും. പിന്നെ പ്രജേഷ് 2 പ്രാവശ്യം വന്നിരുന്നു, വെള്ളത്തിൻ്റെ സംവിധായകൻ. ഒന്നും പുള്ളിക്കൊക്കെ നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. 2 പ്രാവശ്യം തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത വാർഡ് കാറെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തിട്ട്. പിന്നെ എറണാകുളത്ത് ഇങ്ങോട്ട് വന്നു. അതൊക്കെ ഒരു സ്നേഹമല്ലേ. ഒരു പ്രാവശ്യം പോലും വിഷ്ണു ഒരു പ്രാവശ്യം പോലും എന്നെ വിളിച്ചിട്ടില്ല ഈ സിനിമയിൽ. ഈ സുമതി വളവിന് എന്നെ ഒരു പ്രാവശ്യം പോലും വിഷ്ണു വിളിച്ചിട്ടില്ല. വിഷ്ണു കണ്ടോണ്ടെന്നാ പറഞ്ഞറിയാം. വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണു എങ്ങനെയാണെന്ന് തന്നെ വിഷ്ണു പറഞ്ഞു, മുരളിയേട്ടാ എൻ്റെ അച്ഛൻ ശശിശങ്കർ മൂപ്പരെ ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരാളായിട്ട് അതുപോലെ മുരളിയേട്ടൻ്റെ അച്ഛനും ഇല്ലെന്നല്ല, പിന്നെ അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് മുരളിയേട്ടൻ. അത് അത്രയും മുരളിയേട്ടൻ ആൾക്കാർ സഹായിക്കുന്നതാണ്. അതൊക്കെ ഇവർക്കൊക്കെ എന്തൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയുന്നില്ല. 1 കൊല്ലം പ്രീ പ്രൊഡക്ഷൻ 3 പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ പിന്നെ വേണ്ട. അവിടെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ചെറിയൊരു റിലീഫ് വന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ പടം നമുക്ക് പിന്നെ, കാരണം സിനിമകൾ എപ്പോഴും നിലനിൽക്കണം. നല്ല നല്ല സിനിമകൾ ഇപ്പം എപ്പോഴും നിലനിൽക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുക. സിനിമയെ സ്നേഹിക്കുന്ന വാക്കുകൾ തന്നെയാണ് അവസാന ഘട്ടത്തിൽ ഇപ്പോൾ മുരളി കുന്നംപുറത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചില അബദ്ധങ്ങൾ പറ്റി ചില ആൾക്കാർ വഞ്ചിച്ചു എന്നുള്ളത് അദ്ദേഹം പറയുന്നു. അതിൻ്റെ ആ ഒരു ഫീലിലാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പലതരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. സിനിമാ നിർമ്മാതാക്കളും അതുപോലെ തന്നെ താരങ്ങളായിട്ടുള്ള കുറേ ആൾക്കാരും പിന്തുണയുമായി എത്തുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറമാൻ ഷിജിത് കണ്ണോവിനൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ.